നമസ്കാരം, സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. മഞ്ചേരി മെഡിക്കൽ കോളേജിനൊപ്പമുള്ള ജനറൽ ഹോസ്പിറ്റൽ താനൂരിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് ലീഗ് ന്യായീകരിച്ച് CPM. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്ന് തൃണമൂൽ കോൺഗ്രസ്. അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിൽ ദുരിതത്തിലായി എറണാകുളം ഏരൂർ നിവാസികൾ. മലിനജലം കെട്ടിക്കിടക്കുന്ന കണിയാമ്പുഴ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. ഉടൻ പരിഹാരം വേണമെന്ന ആവശ്യം അവഗണിച്ച് അധികൃതർ. കൊട്ടാരക്കരയിൽ KSRTC ഡ്രൈവറുടെ അനാസ്ഥയിൽ യുവതിക്ക് പരിക്ക്. ബസ് അപ്രതീക്ഷിതമായി മുന്നോട്ടെടുത്തതോടെയാണ് യുവതിയുടെ കൈ കുടുങ്ങിയത്. പരിക്കേറ്റത് നെടുവത്തൂർ സ്വദേശിനി ഷഹനയ്ക്ക്. ഇടുക്കിയിൽ വൻ വനം കൊള്ള. ശാന്തൻപാറ CHR വനമേഖലയിൽ നിന്നും 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. വ്യാപകമായി മരങ്ങൾ മുറിച്ചത് ഏലം റീപ്ലാന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി. പാലക്കാട് പാടശേഖരത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. വാടാനംകുറിശി സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. വെള്ളത്തിൽ മുങ്ങിയ 3 പേരെ രക്ഷപ്പെടുത്തി. വിശദമായി നോക്കാം. മഞ്ചേരി മെഡിക്കൽ കോളേജിനൊപ്പമുള്ള ജനറൽ ഹോസ്പിറ്റൽ താനൂരിലേക്ക് മാറ്റാനുള്ള മന്ത്രി വി അബ്ദുറഹ്മാന്റെ നീക്കങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ്. മഞ്ചേരിയിൽ നിന്നും താനൂരിലേക്ക് ജനറൽ ആശുപത്രി മാറ്റാനുള്ള നീക്കങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് മുസ്ലിം ലീഗ് ആരോപിക്കുന്നു. മഞ്ചേരിയിൽ നിന്ന് മാറ്റാതെ താനൂരിൽ മറ്റൊന്ന് കൊണ്ടുവരാനാകില്ലേ എന്നും മഞ്ചേരി MLA UA ലത്തീഫ് ചോദിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായപ്പോൾ തന്നെ ജനറൽ ഹോസ്പിറ്റൽ ഇല്ലാതായെന്നും താനൂരിന് ജനറൽ ഹോസ്പിറ്റൽ ആവശ്യമാണെന്നും ഒരു ജില്ലയിൽ 2 ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടാകില്ലെന്നുമാണ് CPM നിലപാട്. 2014 ഉമ്മൻചാണ്ടി സർക്കാരാണ് മഞ്ചേരി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയത്. ജനറൽ ആശുപത്രി DHSന്റെ കീഴിലും മെഡിക്കൽ കോളേജ് DMEയുടെ കീഴിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും രണ്ടാക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ നീക്കങ്ങൾ പ്രസക്തമാകുന്നത്. 2014 മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന സാഹചര്യത്തിൽ ജനറൽ ആശുപത്രി ഇല്ലാതായെന്നും മെഡിക്കൽ കോളേജിലെ OP സംവിധാനവും മഞ്ചേരി നഗരസഭയിലെ 6 UPSC അഥവാ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാണെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. തീരദേശ മണ്ഡലമായ താനൂരിൽ മികച്ച ആശുപത്രിയുടെ അഭാവമുണ്ടെന്നും ജനറൽ ആശുപത്രി ഇവിടെ അനിവാര്യമാണെന്നും ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. താനൂർ MLA കൂടിയായ മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിവേദനം സമർപ്പിച്ചത്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗം മുസ്ലിം ലീഗിന്റെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിയെങ്കിലും ആലോചന ആരോഗ്യവകുപ്പ് ഉപേക്ഷിച്ചിട്ടില്ല. തികച്ചും രാഷ്ട്രീയമായ നീക്കമായാണ് മുസ്ലിം ലീഗ് ഇതിനെ കാണുന്നത്. ഇതുവരെ ഇല്ലാത്തൊരാവശ്യം ഇപ്പോൾ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അദ്ദേഹം അവിടെ പരാജയപ്പെടുമെന്നൊരു തോന്നലുണ്ടായപ്പോൾ ജനങ്ങൾ കൺഫ്യൂഷനിലാക്കാനാണിത്. അല്ലെങ്കിൽ ചോദിക്കട്ടെ, അദ്ദേഹം മന്ത്രിയല്ലെന്നോ? അതുപോലെ 10 കൊല്ലം ഇവിടെ ഭരിച്ചത് LDF അല്ലേ? എന്താണ് അദ്ദേഹത്തിന് താലൂക്ക് ആശുപത്രി ഒന്ന് ഉയർത്തിയാൽ ജില്ലാ ആശുപത്രിയോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രി ആക്കിക്കൂടെ? ഇത്ര പ്രയാസമില്ലല്ലോ. അത് ചെയ്യാതെ ഇതന്നെ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കാത്തതാണ്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റണ്ടാണെന്നല്ലാതെ ഒരു ആത്മാർത്ഥതയില്ല. എന്നാൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരു മേഖലയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും താനൂരിൽ ജനറൽ ആശുപത്രി അനിവാര്യമാണെന്നും CPM വിശദീകരിക്കുന്നു. ജനറൽ ആശുപത്രി എങ്ങോട്ടാന്നുള്ളത് അത് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ നിലക്കണ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവരൊക്കെ എല്ലാവരും കൂടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അത് നിൽക്കുന്ന കാര്യമല്ലല്ലോ, അങ്ങനെയൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുമാണ്, പ്രയാസങ്ങളാണ്. ഒരുപാട് പോസ്റ്റ് ക്രിയേഷനും മറ്റു പ്രശ്നങ്ങളൊക്കെ ഒതുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിലവിലിപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ താനൂരിൽ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. സ്ഥലപരിമിതിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ജനറൽ ആശുപത്രി ഇവിടെ നിലനിർത്തി മെഡിക്കൽ കോളേജ് മഞ്ചേരിയുടെ പരിസര പ്രദേശത്തേക്ക് മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. താനൂർ തീരദേശ മേഖലയ്ക്ക് മികച്ച ആതുര സേവന സംവിധാനം അനിവാര്യമാണെന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ലെങ്കിലും 3 ജില്ലകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന മഞ്ചേരിയിലെ ചികിത്സാ സൗകര്യങ്ങൾ വെട്ടിക്കുറച്ചിട്ട് വേണോ അതെന്ന ചോദ്യമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ വിവാദങ്ങൾക്ക് രാഷ്ട്രീയമാനവും ഏറെയാണ്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. മഞ്ചേരി സർക്കാർ ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റാനുള്ള സർക്കാർ നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി രംഗത്ത്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററും മുൻ MLAയുമായ PV അൻവറാണ് ഇക്കാര്യം ഉന്നയിച്ചത്. നിലവിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ആശുപത്രി മഞ്ചേരിയിൽ തന്നെ നിലനിർത്തണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തിരുവനന്തപുരം വെട്ടുകാട് സ്വദേശി അനിലിനെയാണ് കാണാതായത്. ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിനായി പുറപ്പെടുമ്പോൾ ആയിരുന്നു അപകടം. 5 പേരാണ്
വള്ളത്തിൽ ഉണ്ടായിരുന്നത്. മറ്റുള്ളവർ നീന്തി രക്ഷപ്പെട്ടു. ആദ്യം ശക്തമായ തിരയിൽ വള്ളത്തിന്റെ എഞ്ചിൻ ഓഫായി പോയെങ്കിലും തുടർന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും കൂറ്റൻ തിരമാല അടിച്ച് വള്ളം മറിയുകയായി. പാലക്കാട് വാടാനംകുറിശ്ശിയിൽ യുവാവ് മുങ്ങി മരിച്ചു. വാടാനംകുറിശ്ശി സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. ഇവർ പാടശേഖരത്തിൽ കുളിക്കാൻ ഇറങ്ങുകയും ഇതിൽ 4 പേർ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയുമായിരുന്നു. 3 പേരെ രക്ഷിച്ചെങ്കിലും ഹാഷിമിനെ കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയാണ് ഹാഷിം. കണ്ണൂർ ഇരിട്ടി കുന്നോത്ത് വിഷപ്പാമ്പിനെ പിടികൂടി കുട്ടികൾ. കളിക്കുന്നതിനിടെയാണ് വിഷപ്പാമ്പിനെ പിടിച്ചത്. തലനാരിഴയ്ക്കാണ് പാമ്പിന്റെ കടിയേൽക്കാതെ കുട്ടികൾ രക്ഷപ്പെട്ടത്. കൈകൊണ്ടെടുത്താണ് മൂർഖൻ പാമ്പിനെ കുപ്പിയിലടച്ചത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ എത്തി പാമ്പിനെ കൊണ്ടുപോയി. ഇടുക്കി ബൈസൺ വാലി സർക്കാർ സ്കൂളിൽ സഹപാഠികൾക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗം. 10 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. ബൈസൺ വാലി ഗവൺമെന്റ് സ്കൂളിലാണ് സംഭവം. വിദ്യാർത്ഥിനിക്ക് യുവാവുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്യാനെത്തിയ മാതാപിതാക്കൾക്ക് നേരെ പെപ്പർ സ്പ്രേ ചെയ്തപ്പോൾ മറ്റു കുട്ടികൾക്ക് മേൽ പതിക്കുകയായിരുന്നു. ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം കുറ്റിപ്പുറം KMCT കോളേജിൽ സംഘർഷം. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടി. ഒരാൾക്ക് പരിക്കുപറ്റി. കഴിഞ്ഞ 10-ന് പഠിപ്പ് മുടക്കൽ സമരത്തിന്റെ ഭാഗമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽസ് ഉടമയെയും ജീവനക്കാരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം സ്വദേശി അലി, പള്ളിക്കൽ സ്വദേശിനി ദിവ്യാമോൾ എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് സ്വദേശി 1 വർഷമായി ഇവിടെ തുണിക്കട നടത്തി വരികയാണ്. കടയിലെ മാനേജറാണ് ദിവ്യാമോൾ. ചടയമംഗലം പോലീസ് അന്വേഷണം തുടങ്ങി. ഉദ്യോഗസ്ഥരുടെ അലംഭാവത്താൽ ദുരിതം അനുഭവിക്കുകയാണ് എറണാകുളം ഏരൂർ നിവാസികൾ. അശാസ്ത്രീയമായ കാന നിർമ്മാണത്തെ തുടർന്ന് റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. ഏരൂർ കണിയാമ്പുഴ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡിലെ വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം വേണമെന്ന ആവശ്യത്തിന് അധികൃതരുടെ അവഗണന തുടരുകയാണ്. ജനത്തിന് ഈ വഴി കൂടി നടക്കാൻ പറ്റണില്ല. എന്നുവെച്ചാൽ കംപ്ലീറ്റ് ചേണി പിടിച്ചിട്ട് ഒന്ന് ഈ നടക്കണ ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. വണ്ടിക്കൊക്കെ പോണ ആൾക്കാർക്ക് ഒന്നും അറിയില്ല. ഇപ്പൊ നമുക്ക് തന്നെ കടയിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാന നിറഞ്ഞൊഴുകിയെത്തുന്ന മലിനജലവും മഴവെള്ളവും ചേർന്ന് ഏരൂർ കണിയാമ്പുഴ റോഡിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. എങ്ങുമെത്താത്ത രീതിയിലാണ് കാനയുടെ നിർമ്മാണം. ദുരിതം അനുഭവിക്കുന്നതോ ഈ നാട്ടുകാരും. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനടയാത്രക്കാർക്ക് മേൽ വെള്ളം തെറിക്കും. വീതി കുറഞ്ഞ റോഡും വെള്ളക്കെട്ടുമായതിനാൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. ഹെവി വണ്ടി വന്നു കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്കാണ്. ഏകദേശം ഒരു മിനിമം 12 സ്കൂളുകളുടെ സ്കൂൾ ബസ് തന്നെ വരുന്നുണ്ട്. എല്ലാം രാവിലെ വൈകുന്നേരം വരുന്നതാണ്. ആ കുട്ടികളൊന്നും സമയത്ത് വീട്ടിലെത്താൻ പറ്റുന്നില്ല. കാരണം 2 കാർ വന്നാൽ തന്നെ ബ്ലോക്കാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ഏരിയയിലെങ്കിലും 1 മീറ്റർ വിടുത്തെങ്കിലും എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് 2 വണ്ടി പോകുന്ന രീതിയിലെങ്കിലും കണിയാമ്പുഴ റോഡ് വികസിച്ചാൽ അല്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസമുണ്ട്. ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. പകുതിയിൽ അവസാനിപ്പിച്ച കാന നിർമ്മാണം പൂർത്തിയാക്കിയാൽ വെള്ളക്കെട്ടിന് പരിഹാരമാകും. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അനാസ്ഥയാണ് ഇപ്പോൾ ഇത് വികസിക്കാത്തതിൻ്റെ ഒരു കാരണം. കാരണം ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അത് ഏറ്റെടുത്ത് നിവാസികൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭൂമി വിട്ടുകൊടുക്കാൻ എല്ലാവരും തയ്യാറാണ്. പണ്ടവർ ഒരു നഷ്ടപരിഹാരവും വേണ്ട, മതിൽ മാത്രം കെട്ടിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഭൂമിക്ക് വിലയുണ്ട്. അപ്പോൾ ആ വില കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നാട്ടുകാർ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അത് വേണ്ട പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ മന്ദീകരിച്ചത്. വൈറ്റില, തൃപ്പൂണിത്തുറ, കാക്കനാട് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന വഴിയാണ് ഏരൂർ കണിയാമ്പുഴ റോഡ്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിൽ വൻ വനം കൊള്ള. ശാന്തൻപാറ പേത്തൊട്ടിയിൽ CHR മേഖലയിൽ നിന്നാണ് വിവിധ ഇനങ്ങളിൽപ്പെട്ട 150-ലധികം മരങ്ങൾ മുറിച്ചു കടത്തിയത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായ മേഖലയ്ക്ക് സമീപത്തു നിന്നാണ് മരങ്ങൾ മുറിച്ചത്.
ഏലം പുനഃകൃഷിയുടെ മറവിലാണ് മരം കൊള്ള നടത്തിയിരിക്കുന്നത്. CHR ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അനുവാദമില്ല. പക്ഷേ കാർഷിക ആവശ്യങ്ങൾക്കായി ചില്ലകൾ വെട്ടിയൊതുക്കാം. ഇതിന്റെ മറവിലാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത്. ശാന്തൻപാറ വില്ലേജിൽ മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന 1.5 ഏക്കർ ഭൂമിയിൽ നിന്നും ഒരാഴ്ച മുമ്പാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത്. M. ബൊമ്മയ്യൻ എന്നയാളുടെ പേരിലുള്ള ഭൂമിയാണിത്. ജില്ലയിൽ വ്യാപകമായ രീതിയിൽ വൻകൊള്ള അടയ്ക്കുകയാണ്. CHR മേഖലയിൽ നിന്നും അതുപോലെ റവന്യൂ ഭൂമിയിൽ നിന്നും വൻ രീതിയിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. എന്നാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവൻ്റെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ചില്ല പോലും മുറിച്ചു മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ നിയമം മുന്നോട്ട് പോകുമ്പോൾ വലിയ ആളുകൾ, വൻകിട ആളുകൾ അവരുടെ റവന്യൂ ഭൂമിയിൽ നിന്നും CHR മേഖലയിൽ നിന്നും 100 കണക്കിന് മരങ്ങളാണ് മുറിച്ച് മാറ്റിക്കൊണ്ടു പോകുന്നത്. ആഞ്ഞിലി, മരുത്, ഞാവൽ, പ്ലാവ് തുടങ്ങിയ മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. സംഭവം വിവാദമായതോടെ വനംവകുപ്പ് കേസെടുത്തു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ വികസനങ്ങൾ തടയുന്നത് കപട പരിസ്ഥിതിവാദികളെന്ന് ഇടുക്കി രൂപത. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85-ന്റെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിന് പിന്നിൽ കപട പരിസ്ഥിതിവാദികളാണ്. വിഷയത്തിൽ സർക്കാരിന് പിഴവുണ്ടെന്നും വികസന വിരോധികൾക്ക് എതിരെ നടക്കുന്ന സമരത്തിന് രൂപത പിന്തുണ നൽകുമെന്നും രൂപത മീഡിയ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു. ദേശീയപാതയിലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ പ്രദേശത്തെ നിർമ്മാണം നിരോധിച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് അത്യന്തം ദൗർഭാഗ്യകരമാണ്. ചില കപട പരിസ്ഥിതിവാദികൾ ഈ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുരങ്കം വെച്ചുകൊണ്ട് നടത്തിയ പരിശ്രമങ്ങളുടെ പരിണിതഫലമാണ് ഈ കോടതിയുടെ ഉത്തരവ്. ഈ പ്രദേശം റവന്യൂ ഭൂമിയാണ് എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള രേഖകൾ ലഭ്യമാണ്. സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. കോടതിയെ എത്രയും വേഗം ഈ വിഷയങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇത് വനഭൂമിയല്ല, റവന്യൂ ഭൂമിയാണ് എന്ന് ബോധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കപട പരിസ്ഥിതിവാദികൾ ഈ ഹൈറേഞ്ചിൻ്റെ ആകമാനമുള്ള വളർച്ചയ്ക്ക് തുരങ്കം വെക്കുന്നവരാണ്. സങ്കുചിതമായ താല്പര്യങ്ങളോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുമായി കോടതിയെ സമീപിക്കാനാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. LP സ്കൂൾ വിദ്യാർത്ഥിനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ മുൻ ഹെഡ് മാസ്റ്റർക്കെതിരെ പോക്സോ കേസ്. മലപ്പുറം കൊണ്ടോട്ടി LP സ്കൂളിലാണ് സംഭവം പുറത്തു പറഞ്ഞാൽ പിതാവിനെ കൊല്ലുമെന്ന് മുൻ അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥിനി മൊഴി നൽകി. നിരവധി കുട്ടികൾ പ്രതിയുടെ ഇരയായതായും പരാതിയിലുണ്ട്. മലപ്പുറം കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ LP സ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്ററായ കൊണ്ടോട്ടി സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെതിരെയാണ് വിദ്യാർത്ഥിനി പരാതി നൽകിയത്. പിന്നാലെ കൊണ്ടോട്ടി പോലീസ് പ്രതിക്കെതിരെ പോക്സോ കേസ് ചുമത്തി. 2022 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാർത്ഥിനി ഈ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താണ് അതിക്രമം നടന്നത്. കുട്ടി ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് സംഭവം പുറത്തായത്. അതിക്രമം പുറത്തു പറഞ്ഞാൽ പിതാവിനെ കൊന്നുകളയുമെന്നും മുൻ ഹെഡ് മാസ്റ്റർ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കുട്ടിയുടെ വീട്ടിലെ പശ്ചാത്തലം മുതലെടുത്താണ് കുട്ടിയെ ദുരുപയോഗം ചെയ്തത്. തുടർച്ചയായി ക്രൂരതകൾ ഉണ്ടായതായും പരാതിയിലുണ്ട്. മറ്റു പല വിദ്യാർത്ഥിനികൾക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പെൺകുട്ടി മൊഴി നൽകി. സിദ്ദിഖിനെതിരെ ഇതിനു മുമ്പും സമാന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അന്ന് സ്കൂൾ മാനേജ്മെന്റ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് ഇരയുടെ കുടുംബം രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ മാപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ജോലിയിൽ തിരിച്ചെടുത്തു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാൻ തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം. കൊട്ടാരക്കരയിൽ KSRTC ഡ്രൈവറുടെ അനാസ്ഥയിൽ യുവതിക്ക് പരിക്കേറ്റതായി പരാതി. സ്റ്റാൻഡിൽ നിർത്തിയ KSRTC ബസ് അപ്രതീക്ഷിതമായി മുന്നോട്ടെടുത്തതോടെയാണ് യുവതിയുടെ കൈ കുടുങ്ങിയത്. നെടുവത്തൂർ സ്വദേശിനി ഷെഹനയ്ക്കാണ് പരിക്കേറ്റത്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും കുണ്ടറയ്ക്കുള്ള ഓർഡിനറി ബസ്സിലേക്ക് വാതിൽ തുറന്ന് കയറാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം. ബസ്സിനോട് ചേർത്ത് നിർത്തിയ KSRTC ബസ് അപ്രതീക്ഷിതമായി മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണം. കൈവിരലുകൾക്ക് സാരമായി പരിക്കേറ്റു. കൊട്ടാരക്കര വരെ പോയതായിരുന്നു. സ്റ്റാൻഡിൽ ഒരു കട ജോലിയുടെ കാര്യം തിരക്കാനായിട്ട് പോയതാണ്. അങ്ങനെ ബസ്സിൽ കയറാനായിട്ട് ഡോറ് തുറന്നപ്പോൾ സൈഡിൽ കിടന്ന ഒരു ബസ് പെട്ടെന്ന് അങ്ങ് മുമ്പോട്ടങ്ങ് എടുത്തു. ഈ ഡോറിൻ്റെയും ബസ്സിൻ്റെ ഇടയ്ക്കായിപ്പോയി കൈ, അങ്ങനെ പറ്റിയത്. അപകടത്തെ തുടർന്ന് യുവതി നിലത്തു വീണു. KSRTC അധികൃതർ ഉദാസീനത കാണിച്ചെന്നാണ് യുവതിയുടെ ആരോപണം.
അപകടത്തിന് ശേഷവും KSRTC അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഷെഹന പറയുന്നു. ഇന്നലെ ഈ സംഭവം നടന്നിട്ട് ഈ ബ്ലഡ് എത്രയും പോയിട്ട് പോലും KSRTC ഒരു കണ്ടക്ടറോ ഡ്രൈവർമാരോ ഒരു സ്റ്റാഫുകളും നമ്മുടെ കൊട്ടാരക്കര ഡിപ്പോയിലുള്ള ഒരു മനുഷ്യരും നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ വരികയായിട്ട് നമ്മളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മനസ്സ് പോലും അവരാരും കാണിച്ചിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അവിടെ നിന്നവർ പറഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഓട്ടോയിൽ കയറി നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു. ഇത്രയും നേരമായി, നേരമാകുന്നു, ഇതുവരെ ഒരു മനുഷ്യൻ തിരക്കിയത് പോലും ഇല്ലെന്ന് വിളിച്ചു പോലും അന്വേഷിച്ചിട്ടില്ല നമുക്ക്. ഷഹനയുടെ വിരലുകൾക്ക് ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു. ഹോട്ടൽ ജോലി ചെയ്താണ് ഷഹന കുടുംബം പുലർത്തിയിരുന്നത്. ജീവനക്കാരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് പട്ടാമ്പി മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇനി മുതൽ വൈകുന്നേരങ്ങളിലും ചികിത്സ. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഈവനിംഗ് OPക്ക് തുടക്കമായി. ഇതോടെ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ ആശുപത്രിയിൽ ചികിത്സാ സേവനം ലഭിക്കും. പാലക്കാട് ജില്ലയിലെ വലിയ ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നാണ് പട്ടാമ്പി മുതുമല പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം. ആധുനിക സൗകര്യങ്ങളോടെ മാസങ്ങൾക്ക് മുൻപ് പ്രവർത്തനം തുടങ്ങിയ ആശുപത്രിയിൽ ദിനേന നിരവധി ആളുകൾ ചികിത്സയ്ക്കെത്തുന്നുണ്ട്. ഇനി മുതൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണിവരെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സേവനം ലഭിക്കും. ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടക്കുന്നത് വൈകുന്നേരം വരെ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി ഒരുക്കി കുടുംബാരോഗ്യം എന്താണ് വിഭാവനം ചെയ്യുന്നത് അത് ലഭ്യമാകുന്ന പ്രവർത്തനം കൂടിയാണ് നടക്കുന്നത്. പുതിയ ഡോക്ടറെ, അതായത് 3ാമത്തെ ഒരു ഡോക്ടറെ കൂടി നിയമിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു നഴ്സിനെയും, ഇത് രണ്ടും പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് ഫണ്ട് ലഭ്യമാക്കി. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള 2 സ്റ്റാഫുകൾക്ക് HMCയിൽ നിന്നും അവർക്കുള്ള പണം കൊടുത്തുകൊണ്ട് 4 സ്റ്റാഫുകളെയാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരുന്നത്. നിലവിൽ ഉച്ചവരെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. അതിനാൽ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഈവനിംഗ് OP ആരംഭിക്കുന്നതോടെ ആശുപത്രിയിലെത്തുന്നവർക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി. കായംകുളത്ത് നടത്തിയ എൻ്റെ ക്യാമ്പസാണ് എൻ്റെ ലഹരി എന്ന ക്യാമ്പയിന് സമാപനം. കായംകുളം കിറ്റ് ഇംഗ്ലീഷ് സ്കൂൾ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, സജി ചെറിയാൻ, പി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ അവധിക്കാലം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമാക്കിയ ശ്രദ്ധേയ മാതൃകയാണ് കായംകുളം കൊച്ചുകുളങ്ങര കിറ്റ് ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ കാഴ്ചവെച്ചത്. സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലെ വീടുകൾ കേന്ദ്രീകരിച്ച് ലഘുലേഖ വിതരണം, ബോധവൽക്കരണ സൈക്കിൾ റാലി തുടങ്ങിയവ സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ക്യാമ്പയിനിന്റെ സമാപന ഉദ്ഘാടനം ചെയ്തത്. ലഹരി ഉപയോഗിക്കുന്നത് അന്ധകാരമാണ്, ഇരുട്ടാണ്. ആ ഇരുട്ടിലേക്കുള്ള പ്രകാശമായി നമ്മുടെ ഈ നീക്കം മാറണം. ഞാൻ ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം കൊടുത്ത മാനേജ്മെന്റിനെയും PTA എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കേരളത്തിലെ അധ്യാപകർക്കും കേരളത്തിലെ മാനേജ്മെന്റിനും PTA-ക്കും എല്ലാം ഈ വിദ്യാഭ്യാസ സ്ഥാപനം, ഈ വിദ്യാലയം ഒരു മാതൃകയായി മാറട്ടെ. മറ്റുള്ളവർ കൂടി ഇത്തരം പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ നമ്മളിത് അവസാനിപ്പിക്കരുത്. ഒരു ക്യാമ്പയിനാണ്, അതിൻ്റെ തുടർച്ച നമുക്കുണ്ടായിക്കൊണ്ടിരിക്കണം. മന്ത്രിമാരായ വി ശിവൻകുട്ടി, സജി ചെറിയാൻ, പി പ്രസാദ്, മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, MP-മാരായ AA റഹീം, ഹൈബി ഈഡൻ, ജോൺ ബ്രിട്ടാസ് തുടങ്ങി നിരവധി പേർ ക്യാമ്പയിനിന്റെ ഭാഗമായിരുന്നു. സ്കൂൾ ചെയർമാൻ ഡോക്ടർ O ബഷീർ, മാനേജർ H സിയാദ്, പ്രിൻസിപ്പൽ സിബിച്ചൻ മാത്യു എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 കായംകുളം. കാസർഗോഡ് കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ കടൽ ഭിത്തി നിർമ്മിക്കാൻ തീരുമാനം. കടലേറ്റം തടയാനുള്ള ജോലികൾക്കായി 50 ലക്ഷം രൂപ വകയിരുത്തും. കോട്ടിക്കുളം, അജാനൂർ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളാണ് കടലെടുത്തത്. ന്യൂസ് 18 ഇമ്പാക്ട്. രൂക്ഷമായ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്ന കോട്ടിക്കുളം കടപ്പുറത്തു നിന്നുള്ള കാഴ്ചയാണിത്. കഴിഞ്ഞ വർഷത്തിലാണ് കെട്ടിടം കടലെടുത്തത്. നിരവധി വീടുകളാണ് ഇവിടെ കടലെടുത്തത്. 100ഓളം വീടുകൾ കടലാക്രമണ ഭീഷണിയിലുമാണ്. കടൽ കരയിലേക്ക് കയറിയതിനെ തുടർന്ന് ഇവിടെ സംസ്ഥാനപാതയും കടലും തമ്മിൽ ദൂരം 10 മീറ്റർ മാത്രമായി ചുരുങ്ങി. നൂർ കടപ്പുറത്തും സ്ഥിതി സമാനമാണ്. കടലാക്രമണത്തിൽ തീരദേശ റോഡിന്റെ ഒരു ഭാഗം തകർന്നു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. തൃക്കണ്ണാട് കോട്ടിക്കുളം തീരസംരക്ഷണത്തിനായി ആദ്യഘട്ടം എന്ന നിലയിൽ 25 ലക്ഷം രൂപയാണ് അനുവദിക്കുക. ഇത് സംബന്ധിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ തീരദേശവാസികൾക്ക് ഉറപ്പു നൽകി. എസ്റ്റിമേറ്റ് അംഗീകരിച്ചു കിട്ടിയാൽ കൊട്ടേഷൻ വിളിച്ച് നടപടി വേഗത്തിലാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ 25 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. ഇവിടെ കടലേറ്റത്തിൽ നിരവധി വീടുകൾക്കും മീനിറക്ക് കേന്ദ്രത്തിനും ഭീഷണിയുണ്ട്. 500 മീറ്ററിൽ കടൽഭിത്തി പൂർണ്ണമായും തകർന്ന ഇവിടെ മീനിറക്ക് കേന്ദ്രത്തിലേക്കുള്ള റോഡും ഇല്ലാതായി. നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് തന്നെ ഏകദേശം ഈ ചെറിയ ഒരു ഏരിയയിൽ തന്നെ 50ഓളം വീടുകൾ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്.
ഈ 50ഓളം വീടുകൾ കടൽ കയറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു കാലത്തും അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അത് 100% ഉറപ്പാണ്. അതിനൊരു പരിഹാരമാണ് ഈ സമൂഹത്തിന് വേണ്ടത്. ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് ചെന്ന് വീണ്ടും ഇതുപോലെയുള്ള അവസ്ഥകളാണ്. ഓരോ പല ഭാഗത്തുള്ള കടൽ ഭിത്തികളും തകർന്നു കിടക്കുകയാണ്. കാഞ്ഞങ്ങാട് കടപ്പുറത്ത് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കടലേറ്റം തടയാനായി പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതിനാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയത്. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. വടക്കൻ കേരളത്തിൽ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. നാളെയും മറ്റന്നാളും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പാലക്കാട് തൃത്താല ഞാങ്ങാട്ടിരിയിൽ പേവിഷബാധ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പ്രദേശവാസികളെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. തെരുവ് നായ്ക്കളെ പിടികൂടി വാക്സിനേഷൻ നൽകുന്നുണ്ട്. ഞായറാഴ്ചയാണ് തൃത്താല ഞാങ്ങാട്ടിരിയിൽ തെരുവുനായ ആക്രമണമുണ്ടായത്. 4 പേർക്ക് കടിയേറ്റു. തിങ്കളാഴ്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ ജനങ്ങൾ ആശങ്കയിലായി. തുടർന്നാണ് തൃത്താല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത്. പേവിഷബാധയേറ്റ നായ മറ്റ് നായകളെയും വളർത്തുമൃഗങ്ങളെയും കടിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്ന പ്രവർത്തനം ആരംഭിച്ചു. തൃത്താല ഗ്രാമപഞ്ചായത്തും മൃഗാശുപത്രിയും ചേർന്നാണ് വാക്സിനേഷൻ നടത്തുന്നത്. വയനാട്ടിൽ നിന്നുള്ള പട്ടിപിടുത്തക്കാർ തെരുവുനായ്ക്കളെ പിടികൂടും. തുടർന്ന് വാക്സിൻ നൽകും. എങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ പറഞ്ഞു. മുഴുവൻ നായ്ക്കളെ, തെരുവ് നായ്ക്കളെ മുഴുവനും വാക്സിൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഇന്ന് രാവിലെ 6:30 മുതൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഏകദേശം ഒരു 10 മണിയാകുമ്പോഴേക്കും തന്നെ 60-ലധികം നായ്ക്കളെ വാക്സിൻ എടുത്തു. നല്ല ജാഗ്രത വേണം. കുട്ടികളെ വിടുമ്പോഴും സ്കൂളിൽ കൊണ്ടുവന്ന് വിടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് അതോടനുബന്ധിച്ച് പറയാനുള്ളത്. ജനവാസ മേഖലകൾ, ടൗണുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. തൃത്താല മൃഗാശുപത്രിയിലെ ഡോക്ടർ അമൽ ശശി, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ സാജു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നൽകിയത്. ഇതോടൊപ്പം പേവിഷബാധ സ്ഥിരീകരിച്ച നായയുടെ സാന്നിധ്യമുണ്ടായ ഇടങ്ങളിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. ന്യൂസ് 18 തൃത്താല. സകലമാന കേരളം പൂർണ്ണമാവുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്. നമസ്കാരം.